നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. കേരളത്തിൻ്റെ ബിസിനസ് സാധ്യതയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നെഗറ്റീവായി മാത്രം പ്രതികരിക്കുന്ന മനോഭാവത്തിലേക്ക് മലയാളികളിൽ ഭൂരിപക്ഷത്തെയും എത്തിച്ചതിൽ ട്രേഡ് യൂണിയനിസം അടക്കമുള്ള പ്രാകൃത വ്യവസ്ഥിതികൾക്ക് പങ്കുണ്ടെന്നത് നിഷേധിക്കാനാകില്ല. പക്ഷേ അടുത്ത കാലത്തായി കേരളത്തിന് പറ്റുന്ന വ്യവസായത്തെയും സംരംഭത്തെയും കുറിച്ചുയർന്നു വരുന്ന ചർച്ചകളെ ബോധപൂർവം നെഗറ്റീവാക്കണോ? ഒന്നും നടക്കില്ല, ഇവിടം നരകമാണെന്ന് പറയുന്നത് ഒരു മനോഭാവമാണ്. കേരളത്തിൽ നിന്നുകൊണ്ട് ഇതേ ട്രേഡ് യൂണിയൻ്റെയും സർക്കാരിൻ്റെയും നിയമങ്ങളുടെയും ഇടയിൽ നിന്നുകൊണ്ട് വിജയിച്ച സംരംഭകരെയും ലോകത്തോളം വളർന്ന പല സംരംഭകരെയും അറിയാഞ്ഞിട്ടാണോ നമ്മുടെ നാടിനെ ഇന്നും കുറ്റം പറയുന്ന ക്യാമ്പയിൻ നടക്കുന്നത്? 1000 കോടിയോളം ടേൺ ഓവറുള്ള നിരവധി കമ്പനികളും 100 കോടിയോളം ടേൺ ഓവറുള്ള 100-ലധികം കമ്പനികളും കേരളത്തിലുണ്ടെന്ന് പുതിയ കണക്കുകൾ പറയുന്നു. എന്താണ് കേരളത്തിൻ്റെ ഇനിയുള്ള സാധ്യത? അതിലേക്ക് എൻ്റെ ശ്രദ്ധയാകർഷിച്ചത് ചാനലായം.com നടത്തിയ ഷീപ്പ് പവർ എന്ന വനിതാ സമ്മിറ്റിൻ്റെ വേദിയിൽ മന്ത്രി KN ബാലഗോപാലും മറ്റ് സംരംഭകരും പറഞ്ഞ കാര്യങ്ങളാണ്. കേരളത്തിന് ഒരു ഹിഡൻ പൊട്ടൻഷ്യലുണ്ട്, പ്രത്യേകിച്ച് വനിതാ സംരംഭകർക്ക്. ചെറിയ ചെറിയ ക്ലസ്റ്ററുകളിലായി തുടങ്ങാവുന്ന ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ, കയറ്റുമതി ലക്ഷ്യമിട്ട് നടത്താവുന്ന സെമി ഫ്രോസൺ ഫുഡ് യൂണിറ്റുകൾ, ഫ്രോസൺ പച്ചക്കറികൾ, വിദേശ മാർക്കറ്റ് ലക്ഷ്യം വയ്ക്കാവുന്ന പുതിയ പഴവർഗ്ഗങ്ങളുടെ കൃഷി, ഇങ്ങനെ സംരംഭക മാതൃകകൾക്ക് കേരളം പാകമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ ഒരു കമ്പനിയിൽ 70 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് വന്നു. ഫുഡ് പ്രോസസ്സിംഗ് കമ്പനിയാണ്, അല്ല വേറെ വലിയ ഫാക്ടറി ഒന്നുമല്ല. ചിപ്സാണ്, നമുക്കിപ്പം ബനാന ചിപ്സാണ്, മോഡേൺ IT ഡിജിറ്റൽ ചിപ്സ് അല്ല, മാവേലിക്കലാണ്. 70 കോടി രൂപ ഒരു കമ്പനിയിൽ ചിപ്സ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്കിൾ ചിപ്സ് പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ അതേപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനി പോലെയുള്ള കാര്യങ്ങൾ അപ്പോൾ വരുന്നുണ്ട്. ധാരാളം അങ്ങനത്തെ വളരെ വേൾഡ് ബ്രാൻഡിൽ കാണാവുന്ന തരത്തിലുള്ള പെർഫെക്ഷനോടുകൂടിയുള്ള പല പ്രൊഡക്ട്സ് അവിടെ കാണാനുണ്ട്. സോ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് ഓക്സിജൻ CEO ഷിജോ കെ തോമസ്. അദ്ദേഹം പറഞ്ഞത് കേൾക്കൂ. നല്ല ആശയമാണെങ്കിൽ കേരളത്തിൽ സക്സസ് ആയിരിക്കുമെന്നാണ് ഷിജോ കെ തോമസ് പറയുന്നത്. സോഫ്റ്റ്വെയർ മേഖല മാത്രമല്ല, ഹാർഡ്വെയർ രംഗവും ചൈനീസ് മോഡലിൽ നമുക്ക് പരീക്ഷിക്കാവുന്നതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. നമ്മളിപ്പം ചൈനയിൽ പോയാലും മറ്റു രാജ്യങ്ങളിൽ പോയാലും അവിടുത്തെ പ്രൊഡക്ടിവിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരെക്കാൾ പ്രൊഡക്ടിവിറ്റി ചൈന നമുക്ക് നോക്കിയാൽ മാനുഫാക്ചറിങ് ഒരു സെക്ടറാകട്ടെ ഏത് സെക്ടറിലും ഞങ്ങൾക്ക് എപ്പോഴും പോകുന്നതായതുകൊണ്ടാണ് സ്ത്രീകളാണ് അവരുടെ ശരിക്കും പറഞ്ഞാൽ നെടുന്തൂണ് അവരുടെ വർക്ക് ഫോഴ്സിൽ. നമ്മൾക്കും അതാകാവുന്നതാണ്. കുടുംബശ്രീയിലൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിനി മാനുഫാക്ചറിങ് ഒക്കെ പഠിപ്പിക്കണം. കാരണം നമ്മുടെ പോർട്ടുകളൊക്കെ ഇവിടെ വന്നു. അപ്പോൾ ശരിക്കും നമുക്ക് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്ങിൽ വലിയ സാധ്യതയുണ്ട്. കാരണം ഇപ്പം നമ്മൾ സോഫ്റ്റ്വെയർസ് മാത്രമേ ഇവിടുന്ന് കയറ്റി അയക്കുന്നു, ഹാർഡ്വെയർ നമുക്ക് കയറ്റി അയക്കാൻ പറ്റുന്നില്ല. അപ്പം എന്തുകൊണ്ട് നമുക്ക് ഈ വിഴിഞ്ഞം തുറമുഖമൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മൾക്കിവിടെ കുടുംബശ്രീ യൂണിറ്റുകൾക്കൊക്കെ ട്രെയിനിങ് കൊടുത്ത്, പക്ഷേ അവർക്കൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് വേണം. ഇതൊരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അപ്പം ആ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹാർഡ്വെയർ മാനുഫാക്ചറിങ്ങിലും കേരളത്തിന് ഇപ്പോൾ തമിഴ്നാടും ഗുജറാത്തും ആന്ധ്രയുമൊക്കെ ഹാർഡ്വെയർ മാനുഫാക്ചറിങ്ങിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആപ്പിൾ റീസെൻ്റ്ലി അവരുടെ ലോകത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് സെറ്റപ്പ് ഇന്ത്യയിലായിട്ടിരിക്കുന്നു. ഞങ്ങൾ ഡീൽ ചെയ്യുന്ന മുഴുവൻ ബ്രാൻഡുകളും, അത് സാംസങ് ആകട്ടെ, LG ആകട്ടെ, ഹെയർ ആകട്ടെ. ഇപ്പോൾ ഹെയറൊക്കെ ചൈനീസ് ബ്രാൻഡാണ്, പക്ഷേ അവരുടെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് അവർ ഇന്ത്യയിലാണ്, നോയിഡയിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ ബ്രാൻഡും ഇന്ത്യ ഒരു വലിയ മാർക്കറ്റായിട്ട് സ്വാഭാവികമായിട്ടും കേരളത്തിനും നമ്മുടെ ഷീപ്പ് പവറിലൂടെ ആ മാനുഫാക്ചറിംഗ് രംഗത്തേക്ക് വരാൻ പറ്റട്ടെ എന്നാണ് ഒരു ഇലക്ട്രോണിക്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എൻ്റെ ആഗ്രഹം, എൻ്റെ ഒരു സ്വപ്നമാണ് ഞാൻ പറഞ്ഞത്. അടുത്ത വ്യക്തി CK കുമരവേലാണ്. നാച്ചുറൽ സലോണിൻ്റെ ഉടമ. ബ്യൂട്ടി പാർലർ എന്ന ഒരു സാധാരണ സംരംഭക ആശയത്തെ മാനേജ്മെൻറ്റ് സിസ്റ്റവും സ്കെയിലപ്പ് ആശയവും കൊണ്ട് ഇന്ത്യയിലാകെ 800-ലധികം ഫ്രാഞ്ചൈസികൾ കൊണ്ട് 500 കോടിയോളം ടേൺ ഓവറുള്ള സംരംഭമായി വളർത്തിയ CK കുമരവേൽ. അദ്ദേഹം പറയുന്നു, നല്ല നല്ല സംരംഭക ആശയങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. ആശയങ്ങളുടെ പൊട്ടൻഷ്യൽ അളന്ന് വേഗത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും കഴിവുള്ള സംരംഭകരുടെ കാലമാണ് ഇനി. Life you have got two choice. You can discuss or you can decide. People who discuss don't decide, and people who decide don't discuss. I decided to start my own business. That is the beginning of my own entrepreneurial career. I got my one line from my brother, which is very important. He said, if you want to be successful in life and business, be unreasonable. Be unreasonable. A reasonable man adapts himself to the world. An unreasonable man makes the world adapt to him. All the progress in this world is made by unreasonable people. Rain fills the size of the vessel you carry.
Keep a spoon outside, rain will fill a spoon. A tumbler outside, a bucket outside, a river outside, a ocean outside. What is the size of your dream? Do you want to make lakh of rupees a month? Do you want to make 3 lakhs? Do you want to make 10 lakhs? Do you want to be best in Kochi? Do you want to be number 1 in Kerala? Do you want to be the best in India? Or do you want to leave a mark in this world? What is the size of your dream? കുമരവേൽ പറയുന്നു, യുക്തിരഹിതനാവുക. യുക്തിക്ക് നിരക്കാത്ത ആശയങ്ങളെ അതിവിപുലമായി എക്സിക്യൂട്ട് ചെയ്ത് വിജയിക്കുന്ന കാലത്ത് സംരംഭകരെ യുക്തിരഹിതമായി ചിന്തിക്കൂ എന്ന് അദ്ദേഹം പറയുന്നു. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിന് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെപ്പോലെ ബിസിനസ്സിൽ തിളങ്ങാൻ പറ്റുമോ? നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, ഉയർന്ന ആയുർദൈർഘ്യമുണ്ട്, പൊതുജനാരോഗ്യ രംഗത്ത് തരക്കേടില്ലാത്ത നേട്ടവുമുണ്ട്, സാമൂഹിക നീതിക്കായുള്ള മുന്നേറ്റങ്ങളുണ്ട്. പക്ഷേ വരുമാനത്തിനുള്ള സോഴ്സുകളേക്കാൾ ചിലവാക്കാൻ മൈൻഡ് സെറ്റുള്ള പക്ക കൺസ്യൂമർ സൊസൈറ്റിയല്ലേ കേരളം? 38,000 ഫാക്ടറികളും ആഴത്തിലുള്ള MSME യൂണിറ്റുകളും ഓട്ടോമോട്ടീവ്, ഇലക്ട്രോണിക്സ്, ടെക്സ്റ്റൈൽ മേഖലയിൽ വലിയ മാനുഫാക്ചറിംഗ് ബേസുമുള്ള തമിഴ്നാട്. മറുവശത്ത് പ്രൈവറ്റ് ക്യാപിറ്റലും ടെക്നോളജി സംരംഭങ്ങളുടെ വേലിയേറ്റവും സ്റ്റാർട്ടപ്പ് ഫ്രണ്ട്ലി കൾച്ചറുമുള്ള കർണാടക. ഇതിനിടയിൽ കേരളം. തമിഴ്നാടും കർണാടകയും വളർന്ന 90കളും 2000 ആണ്ടും. അക്കാലത്ത് പ്രൈവറ്റ് ഇൻഡസ്ട്രികളെ ഭയപ്പെടുത്തിയ, കോർപ്പറേറ്റുകളെ ചൂഷകരായി മുദ്രകുത്തിയ, ലാഭമുണ്ടാക്കുന്നത് ക്രൈമായി കണ്ട ഒരു മനോഭാവമായിരുന്നു കേരളത്തിന്. തൊഴിലാളികൾ വളരണം, പക്ഷെ തൊഴിലുടമകൾ വളരരുത്. പ്രൊഡക്ടിവിറ്റിയും സംരംഭക സാധ്യതകളും സംസാരിക്കേണ്ട സമയത്ത് നമ്മൾ ഒരു ഉപയോഗമില്ലാത്ത ആശയ സംവാദത്തിൽ അഭിരമിച്ചു. അതേസമയം ഈ 90കളിൽ സിംഗപ്പൂർ എന്തായിരുന്നെന്നറിയാമോ? ഗ്രോത്ത് ഫസ്റ്റ്, നെഗോസിയേഷൻ നെക്സ്റ്റ് എന്നവർ തീരുമാനിച്ചു. നിക്ഷേപകരെ വരൂ, പക്ഷെ ഞങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നും ഞങ്ങൾ മാറില്ല, നിങ്ങളും ഞങ്ങളെപ്പോലെ ആകണം എന്ന് ശഠിച്ച രാഷ്ട്രീയമാണ് കേരളത്തിൻ്റെ ബിസിനസ് അന്തരീക്ഷത്തെ ഒരു കാലത്ത് തകർത്തതെങ്കിൽ പുതിയ ഇൻഡസ്ട്രിയൽ കോറിഡോറുകൾ നിശ്ചയിക്കാനും ഫാസ്റ്റ് ട്രാക്ക് അപ്രൂവലുകൾ നൽകാനും സിംഗിൾ വിൻഡോ ക്ലിയറൻസിൽ സംരംഭങ്ങളെ യാഥാർത്ഥ്യമാക്കാനും കേരളം ഇന്ന് ശ്രമിക്കുന്നു. ആ മാറ്റം കാണാതിരിക്കരുത്. സംരംഭക സൗഹൃദമായ ഒരു സംസ്ഥാനത്തിന് ഇന്ന് തീരുമാനവും നാളെ എക്സിക്യൂഷനും നടത്താനുള്ള വേഗതയുണ്ടാകണം. CK കുമരവേൽ പറയുന്നത് പോലെ സ്പീഡാണ് പുതിയ കറൻസി. ഇൻ്റലക്ച്വലായ ആളുകളുടെ കേന്ദ്രമാണ് കേരളം. പക്ഷേ ഇൻ്റലക്ച്വലായ ആളുകളെ കൊണ്ട് നാട്ടിൽ സംരംഭം വളരില്ല. ഇത്ര ഇൻ്റലക്ച്വലുകളെ നമുക്ക് ഇപ്പോൾ ഈ സമയം ആവശ്യമില്ല. ഒരു തീരുമാനമെടുക്കാൻ ഒരുപാട് കമ്മിറ്റികൾ, ഒരുപാട് അപ്രൂവലുകൾ, ആർക്കും എന്തിനേയും എതിർക്കാവുന്ന അവസ്ഥ, പണം മുടക്കുന്ന സംരംഭകന് ഞാഞ്ഞുലുകളെയും ഭയന്ന് മുന്നോട്ട് പോകേണ്ട സാഹചര്യം. ആ പഴയ സിറ്റുവേഷൻ ഇനി ഉണ്ടാകരുത്. പ്രൊട്ടസ്റ്റ് കൾച്ചറിൽ അഭിരമിച്ച് പ്രൊഡക്ഷൻ കൾച്ചർ തീരെ പരിചയിക്കാതിരുന്ന സമൂഹമാണ് നമ്മുടേത്. അതുകൊണ്ട് ബിഹേവിയറൽ കൾച്ചറിൽ കേരളം ഒരുപാട് മാറിയേ പറ്റൂ. അത് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, മലയാളികളുടെ ആകെ ഉത്തരവാദിത്തമാണ്. ഒരു കമ്പാരിസൺ പറയാം, മൈൻഡ് സെറ്റിൻ്റെ വ്യത്യാസം അറിയാനാണ്. കേരളം വിലവയ്ക്കുന്നത് ഇൻ്റലക്ച്വൽ എക്സലൻസിനാണ്, എന്നാൽ എക്സിക്യൂഷൻ എക്സലൻസിനെയാണ് സിംഗപ്പൂർ പോലെയുള്ള മോഡേൺ സൊസൈറ്റികൾ വിലവയ്ക്കുന്നത്. അവിടെയാണ് വ്യത്യാസം. നമ്മൾ അന്തിചർച്ചകളും കവല ചർച്ചകളും ആഘോഷിക്കുമ്പോൾ അവർ കാര്യങ്ങൾ പൂർത്തീകരിച്ച് ഡെലിവറി എക്സലൻസിനെ ആഘോഷിക്കുന്നു. നമ്മൾ ചിന്തകരെയും എഴുത്തുകാരെയും താരങ്ങളെയും നിർമ്മിക്കുന്നു. സിംഗപ്പൂർ $1 ബില്യൺ കമ്പനികളുടെ ഫൗണ്ടേഴ്സിനെ നിർമ്മിക്കുന്നു. നമ്മൾ വിവാദം വ്യവസായമാക്കുന്നു, അവർ വ്യവസായം വിവാദമാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. എക്സിക്യൂഷൻ, സ്കെയിലിംഗ്, എക്സ്പോർട്ട് ഡ്രിവണായ തിങ്കിങ് എന്നിവയിലേക്ക് മലയാളിയുടെ ചിന്താഗതി മാറട്ടെ. നിക്ഷേപിക്കാൻ വരുന്ന സംരംഭകന് രാഷ്ട്രീയക്കാരനെ പേടിക്കണം, ട്രേഡ് യൂണിയനെ പേടിക്കണം, പരിസ്ഥിതിയെ പേടിക്കണം, കൾച്ചറിനെയും സമൂഹത്തെയും പേടിക്കണമെന്ന അവസ്ഥ മാറി വന്നേ പറ്റും. കേരളത്തിന് എന്ത് പറ്റും, എന്ത് പറ്റില്ല എന്ന് ഇന്ന് നല്ല ബോധ്യമുണ്ട്. ഒരുപാട് സംരംഭകരുടെ ജീവിതം ബലികൊടുത്താണെങ്കിലും ആ ക്ലാരിറ്റി കേരളത്തിന് വരുന്നുണ്ട്. IT-യും സ്കില്ലും നോളജും ടെക്നോളജിയും ഉൾപ്പെടുന്ന ഹൈ വാല്യൂ സർവീസുകളുടെയും ഡീപ് ടെക് ഇന്നൊവേഷനുകളുടെയും ഗ്ലോബൽ ട്രേഡിൻ്റെയും AI, ഹെൽത്ത് ടെക്, മാരിടൈം സർവീസുകളുടെയും ഹെൽത്ത് കെയർ, വെൽനസ് മേഖലയിലെയും പുതിയ സംരംഭക സാധ്യതകൾ നമുക്ക് ആരായാം. ഒപ്പം ആദ്യം പറഞ്ഞതുപോലെ ഫുഡ് സെക്ടറിലെ അതീവ സാധ്യതയുള്ള $1 മില്യൺ ബിസിനസ്സിനെ കുറിച്ചും. ഒരു കാര്യം വ്യക്തമാണ്, മൂലധനം ആകർഷിക്കാതെ, നിക്ഷേപകരെ കൊണ്ടുവരാതെ, സംരംഭകരെ ബഹുമാനിക്കാതെ, ആശയത്തിനും സംശയത്തിനും അപ്പുറം എക്സിക്യൂഷനിലെ സ്പീഡ് നടപ്പാക്കാതെ ഒരു നാടും വളരില്ല, മുന്നോട്ട് പോകില്ല. ആ തിരിച്ചറിവിൽ
മാറാൻ ശ്രമിക്കുന്ന കേരളത്തിൽ ഇനി മാറേണ്ടത് സമൂഹത്തിൻ്റെ മനോഭാവം കൂടിയാണ്. ഫറൂഖ് ഇല്ലേ, കോഴിക്കോട്ടെ ഫറൂഖ്. ഒരു കാലത്ത് കേരളത്തിൻ്റെ വ്യവസായ ഹബ്ബായിരുന്നു ഫറൂഖ്. 20-ലധികം ഓട് ഫാക്ടറികൾ ഉണ്ടായിരുന്ന ആ ഫറൂഖിൽ ഇന്ന് കഷ്ടിച്ച് 2 ഓട് ഫാക്ടറികളേ ഉള്ളൂ. തിരുവനന്തപുരത്തെ നെടുമങ്ങാടിനടുത്ത് അഗസ്ത്യാർ മലകൾക്ക് കീഴെ ലോകത്തോളം പെരുമയാർന്ന ഒരു ടീ ഫാക്ടറി ഉണ്ടായിരുന്നു, ദി ബോണേക്കാട് ടീ ഫാക്ടറി. 2000-ൽ ആ തേയില കമ്പനി പൂട്ടുമ്പോൾ വഴിയാധാരമായത് നിരവധി കുടുംബങ്ങളാണ്. അതുപോലെ ട്രാവൻകൂർ റയോൺസ്, ടെക്സ്റ്റൈൽ മില്ലുകൾ, കയർ ഫാക്ടറികൾ, ടെക്നോ കെമിക്കൽ ഇൻഡസ്ട്രീസ് കമ്പനി, കളമശ്ശേരിയിലെ ഇന്ത്യൻ അലൂമിനിയം ഫാക്ടറി, ഇങ്ങനെ കേരളത്തിൽ ഒരു കാലത്ത് പെരുമയിൽ നിന്ന് പിന്നീട് വിസ്മൃതിയിലായ എത്രയോ ഫാക്ടറികൾ. അതുമാത്രമല്ല, 2020-21 കാലത്തെ ഒരു സർവേ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ ഓർഗനൈസ്ഡ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ 12% ഫാക്ടറികൾ പ്രവർത്തനരഹിതമാണ്. അതായത് പ്രൊഡക്ഷൻ ഇല്ലാതെ പൂട്ടിപ്പോയിരിക്കുന്നു എന്നർത്ഥം. ഇതിലേറ്റവും അധികം ഒരുപക്ഷെ ഇടുക്കിയിലും തിരുവനന്തപുരത്തുമാകാം. മറ്റു ചില റിപ്പോർട്ടുകൾ പറയുന്നത് 1 വർഷം കൊണ്ട് 18,000-ഓളം MSME യൂണിറ്റുകൾ പ്രവർത്തനം അവസാനിപ്പിച്ചുവെന്നാണ്. 2023 മാർച്ച് 31-ലെ കണക്കനുസരിച്ച് പ്രവർത്തനരഹിതമായ അല്ലെങ്കിൽ ലിക്വിഡേഷൻ പ്രോസസ്സിൽപ്പെട്ട 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. കേരളത്തിലെ പരമ്പരാഗതമായ വൻ വ്യവസായങ്ങളുടെ സ്വാഭാവികമായ മരണത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സംരംഭം തുടങ്ങാനും വളരാനുമുള്ള ആഗ്രഹവുമായി ജീവിത സമ്പാദ്യവും ആസ്തിയും ലോണുമെല്ലാം ചേർത്ത് ബിസിനസ് തുടങ്ങി പച്ച പിടിക്കാനാകാതെ കയത്തിൽ മുങ്ങിപ്പോയ ഒരുപാട് ആളുകളുണ്ട്. ചിലർ അതിജീവിച്ചു, ചിലർ മരിച്ചുപോയി, ചിലർ ഇന്നും ആ അഗാധ കയത്തിൽ തുടരുന്നു. വലുതും ചെറുതുമായ പല കമ്പനികളും തുടങ്ങിയിട്ട് പൂട്ടിപ്പോയത് എന്തുകൊണ്ടാണ്? തൊഴിൽ സമരങ്ങളും ട്രേഡ് യൂണിയൻസും മാത്രമല്ല, അതാത് കാലത്തെ സർക്കാർ നയങ്ങളും സാമ്പത്തികമായി സ്കെയിൽ ചെയ്യാനാകാതെ പോയതും സ്ഥലത്തിൻ്റെ ലഭ്യതക്കുറവും ലോജിസ്റ്റിക്സ് ഇൻഫ്രാസ്ട്രക്ചർ വെല്ലുവിളികളും ഒക്കെ നേരിട്ടാണ് പല സംരംഭങ്ങളും മൃതിയടഞ്ഞത്. ആദ്യം പറഞ്ഞ ബോണേക്കാട് ടീ എസ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ തൊഴിൽ പ്രശ്നം മാത്രമല്ല, കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാനായി അന്നത്തെ ഉടമസ്ഥരായ മഹാവീർ ഗ്രൂപ്പിന് കാര്യമായ പദ്ധതികൾ ഉണ്ടായില്ല എന്നതും 1990-കളിലെ ഉദാരവൽക്കരണ നയങ്ങളും എല്ലാം ആ ഫാക്ടറി പൂട്ടാൻ കാരണമായിട്ടുണ്ട്. ഇടുക്കിയിലെ 7 ടീ എസ്റ്റേറ്റുകളും 6 ഫാക്ടറികളും പൂട്ടിപ്പോയിട്ടുണ്ട്. 1000-ഓളം കശുവണ്ടി ഫാക്ടറികൾ ഉണ്ടായിരുന്ന കൊല്ലത്ത് കശുവണ്ടി വ്യവസായം നിലച്ചിട്ട് കാലമേറെയായി. അതിന് കാരണം തോട്ടണ്ടിയുടെ ലഭ്യതക്കുറവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമായിരുന്നു. അങ്ങനെ എത്രയെത്ര വ്യവസായങ്ങൾ, പല പല കാരണങ്ങൾ. അവിടെയൊക്കെ ആ സംരംഭത്തിൻ്റെ സ്മാരകം പോലെ വലിയ കെട്ടിടങ്ങൾ പ്രേതാലയമായി കിടക്കുന്നു. ആ സ്ഥലത്ത് ആ പഴയ ഫാക്ടറി കെട്ടിടങ്ങളെ നവീകരിച്ച് പുതിയ സംരംഭങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സർക്കാരിന് ശ്രമിച്ചുകൂടെ? സർക്കാർ പിന്തുണയോടെ ട്രേഡ് യൂണിയൻ സംരംഭത്തിൻ്റെ മാനേജ്മെൻറ്റ് തലത്തിൽ ഇടപെടുകയും സംഘടനകൾക്കോ വ്യക്തികൾക്കോ വേണ്ട സങ്കുചിത താൽപ്പര്യങ്ങൾക്ക് വാശി പിടിക്കുകയോ ചെയ്തിരുന്ന ഒരു ഭൂതകാലം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അത് കാരണം സംസ്ഥാനം വിട്ടോടിയ നിരവധി സംരംഭകരുമുണ്ട്. എന്നാൽ ഇന്ന് ഒരു സംരംഭകന് ആ കാടൻ സാഹചര്യത്തെ നേരിടേണ്ട അവസ്ഥയുണ്ടോ? ഒറ്റപ്പെട്ട കേസുകളല്ല, ജനറലായി അങ്ങനെ ഒരു അവസ്ഥ ഇന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ബിസിനസ് പരാജയപ്പെടുന്നതിൻ്റെ മൂലകാരണം മാർക്കറ്റ് കണ്ടെത്താനുള്ള ഇൻ്റലിജൻസിൻ്റെ കുറവും മാർക്കറ്റിങ്ങിലെ വെല്ലുവിളികളും മൂലധനത്തിൻ്റെ കുറവും പുതിയ സാഹചര്യങ്ങളിലേക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള സ്കില്ലിൻ്റെ അഭാവവുമല്ലേ? ഇനിയുള്ള കാലത്ത് സംരംഭത്തിൻ്റെ പരാജയം കേരളത്തിൻ്റെ സാഹചര്യമാണെന്ന് പഴിപറഞ്ഞിരിക്കുന്നത് സ്വന്തം തെറ്റ് മറയ്ക്കാനല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് ഇവിടെ പൂർത്തിയാകുന്നു. സംരംഭകത്വം, സ്റ്റാർട്ടപ്പ്, ഡെവലപ്മെൻറ്റ് വാർത്തകൾക്കായി channeliam.com സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.